അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1357, സൂറത്ത് ഹൂദ് 25 മുതൽ 28 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه إني لكم نذير مبين ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم أليم فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني رحمة من عنده فعميت عليكم أنلزمكموها وأنتم لها كارهون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد أرسلنا نوحا. നിശ്ചയം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക്. ഇന്നി ലക്കും നദീറും മുബീൻ. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാകുന്നു എന്ന്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഒഴിച്ച് മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, അങ്ങനെ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ വേദനാജനകമായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ നിങ്ങളുടെ മേലിൽ ഞാൻ ഭയപ്പെടുന്നു എന്നും നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അപ്പോൾ തന്റെ ജനതയിലുള്ള നിഷേധികളായിട്ടുള്ള കേമന്മാർ, നേതാക്കന്മാർ പറഞ്ഞു, മാ നറാക്ക ഇല്ലാ ബശറം മിസ്ലന, നൂഹേ, നിങ്ങളെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. ഒമാ നറാക്ക തബഅക, നിങ്ങളെ പിന്തുടർന്നതായിട്ടും ഞങ്ങൾ കാണുന്നില്ല. ഇല്ലല്ലദീനഹും അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിലെ നിസ്സാരന്മാരായ ആളുകളല്ലാതെ. ബാദിയർ ഈ, അവർ തന്നെ കൂടുതൽ ചിന്തിക്കാതെ പ്രഥമ ദൃഷ്ട്യാ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ കേട്ട് വിശ്വസിച്ചതാണ് എന്നേ ഞങ്ങൾ കാണുന്നുള്ളൂ. വമാ നറാ ലക്കും അലൈനാ മിൻ ഫളലിൻ, ഞങ്ങളെക്കാൾ ഒരു മഹത്വവും നിങ്ങൾക്ക് ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ബൽ നളുന്നുക്കും കാദിബീൻ, എന്നു മാത്രമല്ല നിങ്ങൾ നുണ പറയുന്നവരാണ് എന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് എന്നവർ പറഞ്ഞു. ഖാല, നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറായിത്തും, നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള തെളിവിന്റെ മേലിലാവുകയും വആതാനി റഹ്മത്തൻ മിൻ ഇൻദിഹി, എനിക്ക് അല്ലാഹു അവന്റെ ഭാഗത്തുനിന്ന് കാരുണ്യം നൽകുകയും ചെയ്തു. എന്നിട്ട് ഫഉമ്മിയത്ത് അലൈക്കും, അത് നിങ്ങൾക്ക് അവ്യക്തമായതാണെങ്കിലോ, അനുൽസിമുക്കുമൂഹ, ആ സത്യത്തെ നിങ്ങൾക്ക് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റുമോ? വാൻതും ലഹാ കാരിഹൂൻ, നിങ്ങളത് വെറുക്കുന്നവരായിരിക്കെ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. പ്രബോധന വീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകളാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ഇനി ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അംബിയായിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി നിഷേധിക്കുന്ന സമൂഹത്തെ സമുദ്ധാരണ പ്രവർത്തനം നടത്തി നന്മയിലേക്ക് നയിക്കാൻ വന്ന ആദ്യത്തെ പ്രവാചകരാണ് മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി ഇസ്ലാം. അതിനു മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് പ്രവാചകന്മാർ വന്നിരുന്നുവെങ്കിലും
ആ പ്രവാചകന്മാരുടെ അനുയായികളാരും പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നവരോ ആ പ്രവാചകാധ്യാപനങ്ങളെ നിഷേധിക്കുന്നവരോ ആയിരുന്നില്ല. മറിച്ച് പ്രവാചകന്മാർ കൽപ്പിക്കുന്ന കൽപ്പനകളെ അപ്പടി അനുസരിക്കാനും അംഗീകരിക്കാനും പാകപ്പെട്ട മനസ്സിന്റെ ഉടമകളായ വിശുദ്ധന്മാരായിരുന്നു അവരൊക്കെ. എന്നാൽ പോകെ പോകെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിശ്വാസത്തിന്റെ നാമ്പ് വരികയും തെറ്റായ ചിന്താഗതികളും വിശ്വാസ രീതികളും അവരുടെ ഇടയിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അങ്ങനെ അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ഗതികേടിലേക്ക് സമൂഹത്തിന്റെ സാമൂഹികമായ നിലവാരത്തകർച്ച സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ അവരെ നിലവാരമുള്ളവരാക്കി മാറ്റാനും ഇത്തരത്തിലുള്ള ബിംബാരാധന എന്ന ദുരവസ്ഥയിൽ നിന്ന് സമൂഹത്തെ ഏകദൈവ സിദ്ധാന്തത്തിന്റെ രാജവീതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ അല്ലാഹു തആല ആദ്യമായി നിയോഗിച്ച പ്രവാചകരാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യമായി ശിർക്കിനെതിരിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വരേണ്ടി വന്നത്. അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരുടെ കാലത്ത് ശിർക്ക് പരിചയമില്ല. ജനങ്ങളെല്ലാവരും ആ പ്രവാചകന്മാരെന്തു പറഞ്ഞാലും അത് അനുസരിക്കാൻ സർവാത്മന തയ്യാറായി നിൽക്കുന്നവരാണ്. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലമാകുമ്പോഴേക്ക് കഥ മാറുകയാണ്. അതാണ് അല്ലാഹു പറയുന്നത്, വലഖദ് അർസൽനാ നൂഹൻ, നിശ്ചയം നാം നിയോഗിച്ചു നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായിട്ട്, ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്നി ലക്കും നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ് എന്ന്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം, യുഖ്ബിറു തആല അൻ നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു ഇവിടെ പറയുകയാണ്, വകാന നൂഹ് നബി അലൈഹിസ്സലാമായിരുന്നു അവ്വല റസൂലിൻ ബഅസഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർളി മിനൽ മുശ്രിക്കീൻ അബദത്തിൽ അസ്നാം, ബിംബാരാധകരായ ബഹുദൈവാരാധകന്മാരിലേക്ക് ഭൂമിയിൽ ആദ്യമായി അല്ലാഹു തആല നിയോഗിച്ച റസൂലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ ആ നൂഹ് നബി അലൈഹിസ്സലാം വന്നിട്ട് അന്നഹു ഖാല ലിഖൗമിഹി, തന്റെ ജനതയോട് പറഞ്ഞു, ഇന്നി ലക്കും നദീറുൻ മുബീൻ, ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ. ഇത് താക്കീത് നൽകാൻ വന്ന ആളാണ് ഞാൻ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു. അതിന്റെ തുടർച്ച തന്നെയാണ് അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത് എന്നും നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ ആരാധിച്ചാൽ എന്താണ് കുഴപ്പമെന്താ? ഇന്നി അഖാഫു അലൈക്കും, നിശ്ചയം നിങ്ങളുടെ പേരിൽ ഞാൻ ഭയപ്പെടുന്നു, അദാബ യൗമിൻ അലീം, വേദനാജനകമായ ഒരു ദിവസത്തിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഐ ഇനിസ്തംറർതും അലാ മാ അൻതും അലൈഹി, നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ബിംബാരാധനയിൽ തന്നെ നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ, ബിംബാരാധനയിൽ നിന്ന് ഏകദൈവ സിദ്ധാന്തത്തിന്റെ രാജവീതിയിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറല്ല എന്ന അവസ്ഥ വരികയാണെങ്കിൽ, അസ്ബകുമുല്ലാഹു അദാബൻ അലീമൻ മൂജിഅൻ ശാഖൻ ഫിദ്ദാരിൽ ആഖിറ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ളതുമായിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും. ഇത് താക്കീത് തരാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. ഹൃദയസ്പർക്കായി ഉത്ബോധനത്തിനും ഉപദേശത്തിനും അനുകൂലമായി പ്രതികരിക്കുകയും നിലവിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറയുകയും ചെയ്യുന്നതിന് പകരം ആ ജനതകൾ, ശിർക്കിൽ മൂടുറച്ചു പോയ ആ സമൂഹം, ധിക്കാരത്തിന്റെ ആൾരൂപങ്ങളായി മാറിയിട്ടുള്ള അവർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ ഹൃദയസ്പർക്കായ ഉപദേശത്തെ പരിഹസിച്ചു തള്ളുന്നു എന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹിസ്സലാമിനെയും തന്റെ കൂടെയുള്ള വിശ്വാസികളെയും ആവത് കളിയാക്കാനും അതേപോലെ അവരെ പരിഹസിക്കാനും അവരെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കാനുമുള്ള അങ്ങേയറ്റം മോശമായ നിലപാടുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത്. അതാണ് ഖുർആൻ പറയുന്നത്, ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അപ്പോൾ തന്റെ ജനതയിൽ നിന്നുള്ള, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽ നിന്നുള്ള നേതാക്കന്മാർ, മലഅ് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഹുമുസ് സാദത്തു വൽ കുബറാഉ മിനൽ കാഫിരീന മിൻഹും, ആ നിഷേധികളിൽ നിന്നുള്ള നേതാക്കന്മാരും അതേപോലെ തന്നെ വലിയ വലിയ വിഐപികളുമാണ് ഉദ്ദേശ്യം. ആ നേതാക്കന്മാര് പറഞ്ഞു, മാനറാക്ക ഇല്ലാ ബശറൻ മിസ്ലനാ നൂഹേ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ നിങ്ങളെ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, ഐ ലസ്ത ബിമലക്കിൻ, നിങ്ങളൊരു മലക്കല്ല, മാലാഖയല്ല, വലാകിന്നക ബശർ, ഒരു മനുഷ്യൻ മാത്രമാണ്. ഫകൈഫ ഊഹിയ ഇലൈക മിൻ ദൂനിനാ,
അപ്പൊ ഞങ്ങൾക്കൊന്നും ദിവ്യബോധനം നൽകാതെ ദൈവിക വെളിപാടില്ലാതെ നിങ്ങൾക്കു മാത്രം അത് അല്ലാഹു തആല നൽകിയെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തൽക്കാലം ഇതേ വലുപ്പത്തിൽ വേറെ ആളെ നോക്കണം എന്നർത്ഥം പരിഹാസപൂർവ്വം അവർ പറഞ്ഞതാണ്. അതാണ് മാനറാക്ക ഇല്ലാ ബശറൻ മിസ്ലന, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ നമ്മൾ കാണുന്നില്ല. അവ ഞങ്ങൾക്കൊന്നും അള്ളാഹുവിൽ നിന്ന് വഹയി വരുന്നില്ല, അവന് നിങ്ങൾക്ക് വഹയി വന്നു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ഞങ്ങളെ കിട്ടില്ല എന്നർത്ഥം. എന്നിട്ട് അവർ രണ്ടാമത്തെ നിരാകരിക്കാനുള്ള രണ്ടാമത്തെ കാരണം പറയാണ്, സുമ്മമാ നറാക്കറ്റബാക്ക ഇല്ല അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിലെ നിസ്സാരന്മാരായ ആളുകൾ മാത്രമാണ് നിങ്ങളെ പിന്തുടരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. കൽബാഅത്തി വൽ ഹാക്ക, ഞങ്ങളുടെ കൂട്ടത്തിലെ നെയ്ത്തുകാര്, അതേപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണുന്നത്. വലം യത്തബിഉക്കൽ അശ്റാഫു വൽ റുഅസാ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ലീഡേഴ്സോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വിഐപികളൊന്നും നിങ്ങളെ പിന്തുടരുന്നില്ല. എന്നാൽ ആ സാധുക്കളും അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ നിസ്സാരന്മാരായ ആളുകളും പിന്തുടർന്നത് തന്നെയും എങ്ങനെയാണ് അവർ പിന്തുടർന്നത്? അവർ പിന്തുടർന്നത് ബാദിയർ റഈ, അതാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹി അല്ലദീന തബഊക, നിങ്ങളെ പിൻപറ്റിയ ആ നിസ്സാരന്മാരായ ആളുകൾ തന്നെ പിൻപറ്റിയത് ലം യകുൻ തറുവിൻ മിൻഹും വലാ ഫിക്റത്തിൻ വലാ നദരിൻ, നിങ്ങളൊരു പുതിയ ആശയം അവരുടെ മുന്നിലേക്ക് വെച്ചു നീട്ടിയപ്പോൾ അതിനെക്കുറിച്ച് കൂലങ്കശമായി ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു ചർച്ച നടത്തിയിട്ടോ അതിന്റെ വരും വരായികകളെക്കുറിച്ച് ആലോചിച്ചിട്ടോ അല്ല. ബൽ ബി മുജറദി മാ ജഅഅതഹും അജാബൂക ഫത്തബഊക, നിങ്ങൾ അവരോട് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞ മാത്രയിൽ മറ്റൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി നിങ്ങളുടെ കൂടെ വന്നതാണവർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വിശ്വാസത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അതേപോലെ നിങ്ങളെക്കൊണ്ട് അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ആളുകളുടെ നിലപാടിനെയും ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നവർ പറഞ്ഞു. അതാണ് ഖുർആൻ പറയുന്നത്, ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽ നിന്നുള്ള നിഷേധികളായ നേതാക്കന്മാർ പറഞ്ഞു, മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ, നൂഹേ നിങ്ങളെ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. വമാ നറാക തബഅക, നിങ്ങളെ പിന്തുടർന്നതായും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇല്ലല്ലദീനഹും അറാദിലുന, ഞങ്ങളിൽ നിന്നുള്ള നിസ്സാരന്മാരായ ആളുകളല്ലാതെ. ബാദിയർ റഈ, അവർ തന്നെയും കൂടുതൽ ആലോചിക്കാതെ പ്രഥമദൃഷ്ട്യ നിങ്ങളെന്തോ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനങ്ങനെ തന്നെ വഴങ്ങിത്തന്നതാണ് എന്നേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വമാ നറാലക്കും അലൈനാ മിൻ ഫളിൻ, അതുകൊണ്ട് തന്നെ പ്രവാചകരാണെന്ന് പറഞ്ഞു വന്ന നിങ്ങൾക്കോ നിങ്ങൾ പറഞ്ഞത് മുന്നും പിന്നും ആലോചിക്കാതെ വിശ്വസിച്ച ആ ജനങ്ങൾക്കോ യാതൊരു മഹത്വവും ഞങ്ങളെക്കാൾ ഞങ്ങൾ കണക്കാക്കുന്നില്ലെന്ന് മാത്രമല്ല, ബൽ നദുന്നുക്കും കാദിബീൻ, നിങ്ങളെ നുണയന്മാരായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നുകൂടി അവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് അവരെ ക്ഷണിക്കാൻ വന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം അങ്ങനെ തന്നെ സ്വീകരിക്കാൻ സൗഭാഗ്യമുണ്ടായ അക്കാലഘട്ടത്തിലെ സത്യവിശ്വാസികളെയും അഞ്ചുകാശിന് വിലമതിക്കാത്ത വിധത്തിലുള്ള അങ്ങേയറ്റം പരിഹാസ ചൊവ്വയുള്ള സംസാരം കൊണ്ട് മൂടുകയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളികളായ മുശ്രിക്കുകൾ ചെയ്തത് എന്നർത്ഥം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞതാണ്, ഒന്ന് നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കൊന്നും ദൈവിക വെളിപാടില്ലാതെ നിങ്ങൾക്ക് മാത്രം ഒരു വഹി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തിരിപ്പൊളിക്കും, അതിന് ഞങ്ങളെ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ ഒരു പുതിയ വാദവുമായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ ഒപ്പം കൂടാൻ ആരെയാ കിട്ടിയത്? ഈ നാട്ടിലെ ലീഡേഴ്സിനെ കിട്ടിയോ? ഈ നാട്ടിലെ വിഐപികളെ കിട്ടിയോ? ആരെയും കിട്ടിയില്ല. കുറച്ച് സാധുക്കളായിട്ടുള്ള ആൾക്കാർ, ബലഹീനന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ തന്നെയും ആ കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ വരും വരായികളെക്കുറിച്ച് ആലോചിച്ചില്ല, കൂലങ്കശമായി ചിന്തിച്ചില്ല. നിങ്ങളെന്തോ പറഞ്ഞു, കേട്ടത് പാതി കേൾക്കാത്ത പാതി, അവർ നിങ്ങൾ പറയുന്നത് സ്വീകരിച്ചു. ഇതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മഹത്വമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ എന്തെങ്കിലും ഒരു സ്വഭാവ മഹിമയോ അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളതിനേക്കാൾ എന്തെങ്കിലും ശാരീരിക പ്രത്യേകതയോ ഒന്നും നിങ്ങൾക്കുള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ആഹാരം കൂടുതലായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുകയോ ഞങ്ങൾക്കുള്ളതിനേക്കാൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉഷാറായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നിലവാരം ഉയർന്നു നിൽക്കുന്ന വല്ല സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടായതൊന്നും ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങളോ അതേപോലെ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന ആ സാധുക്കളോ
പ്രവേശിച്ച വകയിൽ അവർക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നില്ല. എന്നു മാത്രമല്ല, ബൽ നദുന്നുക്കും കാദിബീൻ, നിങ്ങൾ നുണ പറയുന്നവരാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അള്ളാഹുവിന് നിങ്ങൾ ഈ ക്ഷണിക്കുന്ന കാര്യങ്ങൾ ഗുണം ചെയ്യണം, ആളുകൾക്ക് നന്മ പ്രവർത്തിക്കണം, അള്ളാഹുവിന് മാത്രം ആരാധിക്കണം, അങ്ങനെ വന്നാൽ പാരത്രിക വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്? ആ പറയുന്ന സംഗതിയൊന്നും അത്ര സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ പുളുവടിക്കുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിനെതിരിൽ അവർ അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ ലീഡേഴ്സും നേതാക്കന്മാരുമായിരുന്ന നിഷേധികൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ നിഷേധികളായിട്ടുള്ള ആളുകൾ അദ്വിധം സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വദാലിക ദലീലുൻ അലാ ജഹ്ലിഹിം വഖില്ലത്തി ഇൽമിഹിം വഅഖലിഹിം, അവർക്ക് ബോധമില്ലെന്നും വിവരദോഷത്തിന്റെ ആൾരൂപങ്ങളാണ് അവരെന്നും അവർക്ക് ബുദ്ധി വളരെ കുറവാണെന്നും അവരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ? ഫഇന്നഹു ലൈസ ബിആരിൻ അലൽ ഹഖ് റദാലത്തു മൻ ഇത്തബഅഹു, പിന്തുടർന്ന ആളുകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ് എന്നത് ആ ഒരാൾ കൊണ്ടുവന്ന ആശയം ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമല്ല. ഒരാൾ ശരിയുമായും സത്യവുമായി വന്നു, ആ സത്യത്തെ പിന്തുണക്കാൻ ആ നാട്ടിലെ സാധുക്കളെ ഉണ്ടായുള്ളൂ എന്നത് അത് സത്യമല്ലാതാകുന്നതിന്റെ രേഖയല്ല. വാസ്തവത്തിൽ സത്യമല്ല എന്നതിന്റെ രേഖയായി ഇവരവതരിപ്പിച്ചത് പിന്തുടർന്നത് ആരാണ്? നിസ്സാരന്മാരാണ് എന്നതാണ്. എന്നു മാത്രമല്ല, ഫൈനൽ ഹഖ ഫീ നഫ്സിഹി സഹീഹുൻ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തി, സത്യം അത് യഥാർത്ഥത്തിൽ ശരിയാണ്. വസവാഉൻ ഇത്തബഅഹുൽ അശ്റാഫു വൽ അറാദിൽ, അത് കേമന്മാര് പിന്തുടർന്നാലും താഴ്ന്ന സ്ഥാനത്തുള്ളവർ പിന്തുടർന്നാലുമൊക്കെ സത്യമാണോ അതെന്നും സത്യം തന്നെയായിട്ട് നിലനിൽക്കും. എന്നു മാത്രമല്ല, മറ്റൊരു വസ്തുത, ബലിൽ ഹഖുല്ലദീ ലാ ശക്ക ഫീഹി, ഒരു സംശയമില്ലാത്ത സത്യം, അന്ന അത്ബാഅൽ ഹഖ് ഹുമുൽ അശ്റാഫ്, യഥാർത്ഥത്തിൽ സത്യത്തെ ആരാണോ പിന്തുണക്കുന്നത്, സത്യത്തെ ആരാണോ പിന്തുടരുന്നത്, അവരാണ് ശ്രേഷ്ഠന്മാർ. അല്ലാത്തവർ ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ് എന്ന് വെറുതെ അവകാശവാദം ഉന്നയിക്കൽ മാത്രമാണ്. വലൗകാനു ഫുഖറാ, ആ സത്യം പിന്തുടർന്നവർ ദരിദ്രന്മാരാണെങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ ലീഡേഴ്സ്. ആ ലീഡേഴ്സിന്റെ പിന്നിലാണ് ജനങ്ങൾ നിൽക്കേണ്ടത്. വല്ലദീന യഅ്തൂനഹു ഹുമുൽ അറാദിൽ, വല്ലദീന യഅ്ബൂനഹു ഹുമുൽ അറാദിൽ, ആ സത്യത്തെ നിരാകരിക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് താഴ്ന്ന ആൾക്കാർ. വലൗകാനു അഗ്നിയ, അവർ ധനികന്മാരാണെങ്കിലും ശരി. അപ്പൊ സത്യം സപ്പോർട്ട് ചെയ്യുന്നവരാണ് ശ്രേഷ്ഠന്മാർ, അവരാണ് ലീഡേഴ്സ്, അവരാണ് വിഐപികൾ. സത്യവിരുദ്ധമായ ആശയങ്ങളെ താലോലിക്കുന്നവർ അവർ മുതലാളിമാരാണെങ്കിലും യഥാർത്ഥത്തിൽ അവരാണ് താഴ്ന്നവർ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം അവർക്ക് മറുപടി കൊടുക്കുന്നതായിട്ടുള്ള ആശയത്തിന്റെ പരിധിയിൽ വരികയാണ്. എന്നു മാത്രമല്ല, ഇബ്നു കസീർ തുടർന്ന് പറയുന്നു, മാത്രമല്ല മറ്റൊരു സംഗതി എന്താ? മറ്റൊരു സംഗതി, പലപ്പോഴും സത്യത്തെ പിന്തുണക്കാൻ ബലഹീനരും ദുർബലരുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഉണ്ടാവുക. എല്ലാ കാലത്തും ക്ഷേമന്മാരും വിഐപികളുമൊക്കെ സത്യത്തിനെതിരെ തന്നെയായിരിക്കും നിലകൊള്ളുക എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ സൂറത്തു സുഖ്റുഫിന്റെ 23-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ തുടർന്ന് പറയുന്നു, നമുക്കറിയാമല്ലോ ഹിർക്കൽ ചക്രവർത്തി, റോമൻ സാമ്രാജ്യത്തിന്റെ അധിപൻ, ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് അന്ന് ഇസ്ലാമിന്റെ ഭയങ്കര എതിരാളിയായി നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു നിങ്ങൾ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും കത്തയച്ച കൂട്ടത്തിൽ ഹിർക്കൽ ചക്രവർത്തിക്കും കത്തയച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ആ കത്ത് കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വന്തം നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെക്കുറിച്ച് വിവരം വെച്ചത്. അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഹിർക്കൽ ചക്രവർത്തി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, അശ്റാഫുന്നാസി യത്തബിഊനഹും ദുഅഫാഉഹും, നിങ്ങളുടെ നാട്ടിലെ ശ്രേഷ്ഠന്മാരും കേമന്മാരുമാണോ മുഹമ്മദ് നബിയെ പിന്തുടരുന്നത്? അതല്ല, അവരുടെ കൂട്ടത്തിലുള്ള ദുർബലന്മാരും ബലഹീനരുമാണോ പിന്തുടരുന്നത്? റസൂലുള്ളാഹിന്റെ കൂടെ കൂടുന്നത് ആരാ? വിഐപികളാണോ അതല്ല സാധുക്കളാണോ എന്ന് ചോദിച്ചു. ഖാലബൽ ദുഅഫാഉഹും, ചാടിപ്പടഞ്ഞു പറഞ്ഞു അബൂ സുഫിയാൻ എന്നവരന്ന്, അല്ല ബലഹീനരും ദുർബലരുമാണ്. സ്വാഭാവിക അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? രാജാവാണല്ലോ ഹിർക്കൽ, അപ്പൊ രാജാവ് ദുർബലരാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ തന്നെ എന്നാ മുഹമ്മദ് നബിയെ ഉൾക്കൊള്ളാനാവില്ല എന്ന് പറയുന്നു വിചാരിച്ചിട്ടാണ് ചാടിപ്പടഞ്ഞങ്ങനെ പറഞ്ഞത്. പക്ഷേ
ഫഖാല ഹിർക്കൽ, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നപ്പോ ഹിർക്കൽ പറഞ്ഞു ഹും അത്ബാഉർ റസൂൽ, അതന്നെ അങ്ങനെ തന്നെയാണ്, സാധുക്കളും ദുർബലരും തന്നെയാണ് സാധാരണ പ്രവാചകന്മാരെ പിന്തുണക്കാനുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ അതോടുകൂടെ വാസ്തവത്തിൽ അബൂ സുഫിയാൻ എന്നവരുടെ അന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ശരി, ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ വീണ്ടും പറയുന്നു. പിന്നെ അവർ പറഞ്ഞൊരു സംഗതി എന്താ, ഞങ്ങളെ കൂട്ടത്തിലെ നിസ്സാരന്മാരാണ് നിങ്ങളെ തുടരുന്നത്, വിശ്വസിക്കുന്നത്, അവരെന്നെ ചിന്തിക്കാതെ തുടർന്നതാണ്. പ്രവാചകന്മാരൊരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ ചിന്തിച്ചു കൂടേണ്ട ആവശ്യമില്ല. കണ്ണും പൂട്ടിയതിനെ സ്വീകരിക്കൽ തന്നെയാണ് മഹത്വം. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവറായിട്ട് മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ എല്ലാവർക്കും വരണോ വരണ്ടേ എന്നൊരു ശങ്ക ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആലോചിക്കുകയോ ചെയ്യാതെ ആ ഇസ്ലാമിന്റെ കൃത്യമായിട്ടുള്ള റൂട്ടിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ നടന്നെടുക്കുകയാണ് ചെയ്തത്. അപ്പോ ആ സിദ്ദീഖ് തങ്ങളല്ലേ ഏറ്റവും വലിയ VIP എന്നർത്ഥം. അപ്പൊ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നത് ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തള്ളപ്പെടേണ്ടതാണ്. ആ മുസ്ലിമീങ്ങൾ, അക്കാലത്തെ മുസ്ലിമീങ്ങൾ കള്ളം പറയുന്നവരാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്നവർ പറഞ്ഞ ആ വാക്കിനും വില കൊടുക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ രേഖപ്പെടുത്തിയത്, അള്ളാഹുവിന്റെ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട്. എന്നിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഖാലയാ ഖൗമിയോ ജനങ്ങളെ, അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള തെളിവിന്റെ മേലിലാവുകയും വഅതാനി റഹ്മത്തൻ മിൻ ഇൻദിഹി, അവന്റെ ഭാഗത്ത് അവൻ എനിക്ക് കാരുണ്യം നൽകുകയും ചെയ്തു, എന്നിട്ട് ഫഉമ്മിയത്ത് അലൈക്കും, നിങ്ങൾക്കത് അവ്യക്തമാവുകയും ചെയ്തതാണെങ്കിൽ അനുൽസിമുക്കുമൂഹ, ഞാൻ എന്തു ചെയ്യാനാണ്, ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് ചേർക്കാൻ എനിക്ക് സാധിക്കുമോ, വാന്തും ലഹ കാരിഹുൻ, നിങ്ങളത് വെറുക്കുന്നവരായിരിക്കെ അതൊരിക്കലും എനിക്ക് സാധിക്കുന്ന സംഗതിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായും സത്യത്തിലാണ്. എന്റെ നാഥനായ അല്ലാഹു തആല എനിക്ക് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇതിലേക്ക് പിടിച്ചുകൊണ്ടുവരിക എന്നത് അതെന്റെ കഴിവിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്വവുമല്ല. നിങ്ങൾ സ്വമേധയാ കാര്യങ്ങളെ വസ്തുതാപരമായി ചിന്തിച്ച് മനസ്സിലാക്കി കടന്നു വരികയായിരുന്നു വേണ്ടിയിരുന്നത്. അതിനു പകരം നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രബോധന ദൌത്യം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ പ്രബോധനത്തിന്റെ വീതിയിലുള്ള, പ്രബോധനത്തിന്റെ വഴിയിലുള്ള തന്റെ കൃത്യമായിട്ടുള്ള വിൽപ്പവർ പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ ഇതിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല എല്ലാ കാലത്തും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന സാധുക്കൾക്ക് വലിയ അംഗീകാരം നൽകുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടി ഇവിടെ കാണാം. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.